എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, എന്താണ് അജണ്ട? എന്താ പറയും? തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം പറഞ്ഞല്ലേ? തമിഴ് ആയിക്കോട്ടെ. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ. ഹെഡാണ് എടുക്കും. തുടങ്ങിയേക്കാം. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഓക്കെ. 2025 ആദ്യത്തെ വിജയം ആർക്കൊപ്പം എന്നുള്ളതാണ് അറിയേണ്ടത്. ഓ, അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ. ഒരൊറ്റ മത്സരം ഇതുവരെ നടന്നിട്ടുള്ളൂ, അത് ടൈ ആയിരുന്നു. സൂക്ഷ്മദർശിനി. ഞാൻ സൂക്ഷ്മമായിട്ട് ദർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജനുവരി 11 OTT റിലീസാണ്. ഹോട്ട്സ്റ്റാർ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഓക്കെ. ഇപ്പൊ പലരും തെറ്റിദ്ധരിക്കും, അത് ആൾറെഡി വന്നതല്ലേ എന്ന്. അത് വന്നതായിരുന്നു, അത് ലീക്കായിരുന്നു. ഇപ്പോഴാണ് ഒഫീഷ്യലായിട്ട് OTT റിലീസാകാൻ പോകുന്നത്. നിങ്ങൾ കണ്ടത് അതല്ല, ഒറിജിനൽ അല്ല. ഓക്കെ. വിടാമുയർച്ചി സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സെൻസർ റിപ്പോർട്ട്. ഓക്കെ. 2 മണിക്കൂറും 30 മിനിറ്റുമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ജനുവരി 30 മേ ബി ഈ സിനിമ റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അറിയില്ല, അവിടെ വരെ നോക്കാം. ചെയ്യല്ലേ പ്ലീസ്, ഞങ്ങൾക്ക് ആൾറെഡി അവിടെ അന്ന് ബുക്കിംഗ് ഉള്ളതാണ്. അതാണ്, അന്നൊന്നും ചെയ്യല്ലേ. അടുത്തത് തുടരും. പുഷ്പ 2 എന്തോ ടെക്നിക്കൽ എറർ കാരണം ജനുവരി 11 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വേർഷൻ പുറത്തു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീട്ടിയിട്ടുണ്ട് 17 തീയതി വരെ. അത് ടെക്നിക്കൽ എറർ ഒന്നല്ല, ചെറിയ ടെക്നിക്കൽ എറർ തന്നെ. അനിയന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുത്തു. ഗെയിം ചേഞ്ചർ സിനിമ റിലീസിനെത്തുന്നു, അപ്പോൾ അത് ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് മാറ്റി കൊടുത്താണെന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ട്. 400 കോടി 500 കോടിക്ക് ഇറങ്ങുന്ന സിനിമയാണ് ഗെയിം ചേഞ്ചർ. ചിലപ്പോൾ കാര്യമാണോ? ഓക്കെ. അടുത്ത കിഴി ബ്രൊമാൻസ്. അരുൺ ഡി ജോസ് അല്ലേ? അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബ്രൊമാൻസ് സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 14 ഇതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു കളർഫുൾ പോസ്റ്റർ. അതെ, അടുത്ത പ്രതീക്ഷയുള്ള സിനിമ അല്ലേ? തീർച്ചയായിട്ടും. അടുത്തത് അരുണിൻ്റെ ഇതിന് മുൻപുള്ള സിനിമ ജോജോ അല്ലേ? 18+. അതാണ് അടുത്തത് റെട്രോ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. മെയ് 1 തീയതി. മെയ് ദിനത്തിന് തൊഴിലാളികളുടെ ചെറുക്കം വരും. ആ ലുക്കൊന്ന് നോക്ക്, എന്തൊരു പോസ്റ്ററാണിത്, എന്തൊരു ലുക്കാലേ, ഗംഭീരം. നോക്ക് ആ കോസ്റ്റ്യൂം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ കോമ്പിനേഷൻ, പിന്നെ ആളുടെ അത് ടോട്ടലി റെഡ് ആണല്ലോ. പിന്നെ ആളുടെ കാലിലും കയ്യിലും കിട്ടും. പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇരുത്താന്ന് തോന്നുന്നു. സമ്പത്രേ നമ്മുടെ പൂജ തീരും, അതിന് ശേഷമുള്ള പരിപാടികളാണ് അങ്ങനെ തോന്നുന്നു. അതിന് ശേഷമാണോ അതിന് മുന്നേ ആണോ? ശേഷമാണെങ്കിൽ ആ താടിയൊന്നും എടുക്കൂല, മീശയൊക്കെ എടുക്കൂല. അല്ല, വീണ്ടും അതായത് എല്ലാം വിട്ടു നിന്ന ആള് വീണ്ടും അതേ ലുക്കിലേക്ക് വന്നിട്ട് പ്രതികാരം ചെയ്യുന്നു. പഴയതിലേക്ക് ഞാൻ തിരിച്ചെത്തിയെന്ന് കാണിക്കാൻ പഴയ ലുക്കിലേക്ക് വരുന്നുണ്ടാവാം, മേ ബി. ഓക്കെ. അടുത്ത കിഴി കൂലി സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിരുന്നത് സമ്മറിലേക്കാണല്ലോ. മേ ബി ഇത് ഓഗസ്റ്റ് 14 സാധ്യതയുണ്ട് കേട്ടോ. കൂലി 70% ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ള സിനിമ തന്നെ പുറത്തു വരും. പ്രതീക്ഷിക്കാന്നോ? ലോകേഷും പറഞ്ഞപ്പോൾ നമ്മുടെ രജനികാന്തും പറഞ്ഞു 70% കഴിഞ്ഞു. അടുത്തത് ഗെയിം ചേഞ്ചർ. ഓക്കെ. സിനിമ കുറച്ച് കഴിയുമ്പോൾ പോകട്ടോ കാണാൻ. അതെ, എന്താണെങ്കിലും പോയിട്ട് വന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. എന്താണെങ്കിലും ശങ്കർജി പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. വെൽ എഡിറ്റഡ് ഫിലിം ആണെന്ന് പറഞ്ഞു. അതായത് ഒരു ലാഗും ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഡ്യൂറേഷൻ എത്രയായിരുന്നു? 2 മണിക്കൂറും 45 മിനിറ്റും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. കറക്റ്റ് സാധനമാണെങ്കിൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു. അതെ. പക്ഷെ എന്തായാലും നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചിട്ടില്ല, മനഃപൂർവ്വം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും പിന്നെ ഒരു പൊളിറ്റീഷ്യനും തമ്മിലുള്ള വാറാണ് സിനിമ. അതായത് നമ്മുടെ SJ സൂരി രാംചരൺ ചെയ്യുന്ന കഥാപാത്രം, അവരുടെ ഫേസ് ഓഫ്.
ഓക്കെ ഓക്കെ അടുത്ത ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കണക്ക് പറ? 2-1 അത് ഇതിന് മാത്രം അഹങ്കരിക്കാവുന്നല്ലോ. അത് ഓർമ്മ ഉണ്ടായാ മതി. അടുത്ത് എടുക്കാനുള്ളതല്ലേ, അപ്പൊ 2-2 ആവും. ഈശോ, ഓജി ഇതിനങ്ങ് പ്രതീക്ഷിക്കണ്ട, ലീഡ് ഉയർത്തിയാനെ. ഓക്കെ, ഓജി സിനിമയുടെ ടീസർ വരുന്നുണ്ട്. അതിന്റെ സെൻസർ കഴിഞ്ഞിട്ട് 1 മിനിറ്റും 39 സെക്കൻഡുമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. ഉടനടി വരും, മിക്കവാറും സംക്രാന്തിക്കായിരിക്കും. ഓക്കെ, നമ്മുടെ പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ വരുന്നൊരു സിനിമയാണ്. അടുത്തത് മാർക്കോ. ഓക്കെ, മാർക്കോ സിനിമ അല്ലു അർജുൻ കണ്ടതിന് ശേഷം നമ്മുടെ ഹനീഫ് അദേനിനെ വിളിച്ച് എന്താ പറഞ്ഞേ, നല്ലതാണ്, നന്നായി വാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഷെരീഫ് മുഹമ്മദ് വിത്ത് വിക്രം ഒരു സ്റ്റില്ല് പുറത്തു വന്നിട്ടുണ്ട്. ഇവര് ചുമ്മാ പറഞ്ഞൊന്നല്ലേ, റൂമറെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാർക്കോ 2 പണ്ണലാണോ പറയാൻ പറ്റൂ കേട്ടോ, പൊളിക്കട്ടോ. അല്ല, ഒരുമിച്ച് വന്നപ്പോ പിന്നെന്താ അങ്ങനെ ആവാം. വില്ലനായി വരുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു നിർബന്ധമില്ല. മാർക്കോയും വില്ലൻ തന്നെയല്ലേ. അപ്പൊ മാർക്കോന്റെ കൂടെയുള്ള ആൾക്കാരും വില്ലന്മാര് തന്നെ ആയിരിക്കും. കാത്തിരിക്കാം. എന്തായാലും ഒരു ഗംഭീര പരിപാടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ എത്രയാണ്? വല്ലാത്തൊരു കഷ്ടമല്ലോ, അതിന് ശേഷം പോലും എടുത്തിട്ടില്ല. അല്ല, ഇവന് സ്വന്തമായിട്ട് റൂൾസ് ഉണ്ടേ, കണ്ടിട്ടില്ലേ? കാണുന്നവർക്ക് അറിയാം. തീർച്ചയായിട്ടും. അടുത്തത് നിവിൻ പോളി ബിഗ് ബഡ്ജറ്റ് മൂവി പ്ലാൻ ചെയ്യുന്നു. ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗോകുലം മൂവീസിന്. ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയായിരിക്കും. ആരാണ് ഇതിൻ്റെ സംവിധാനം, ആരാണ് ഇതിൻ്റെ മൊത്തം പരിപാടി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വലിയ സിനിമയാണ്, അത് ഉറപ്പല്ല. ബിഗ് ബഡ്ജറ്റാണ്. ഗോകുലം ഒപ്പ് വെച്ചാൽ അത് വലുതായിരിക്കും, ചെറുതിലൊന്നും പോയിട്ട് കൈ വെക്കില്ല. അതെ. അടുത്ത കിഴി. എന്തൊരു ആവേശമില്ലാത്ത ആവേശം. അങ്ങനെ രണ്ടെണ്ണത്തിന് മുന്നേക്കും എനിക്കിങ്ങനെ ആവേശം ഉണ്ടാവും. ഞാനിങ്ങാണ് ആണെങ്കിൽ ഉണ്ടല്ലോ തകർക്കായിരിക്കും. അടുത്തത് തുടരും. മത്സരവും തുടരും. സിനിമേന്റെ ടീസർ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 38 സെക്കൻഡ്. ലാലേട്ടാ, ഞങ്ങളെ പറ്റിച്ചല്ലോ. ഞങ്ങൾ കാത്തിരുന്നിട്ട് ഒരു 39 സെക്കൻഡാണോ ഞങ്ങൾ തരുന്നത്? സത്യം കേട്ടോ, വെരി ബാഡ്. ഞങ്ങൾക്ക് വിഷമായി, അറിയോ, ഞങ്ങളെ നെഞ്ച് തകർന്നു പോയി. പക്ഷെ ഇത് ആദ്യം കണ്ടപ്പോ ഒരു നെഞ്ച് തകർന്നെങ്കിലും പിന്നീട് ഞാൻ ചിന്തിച്ചു വേറെ വഴിയാ. എന്താണ്? അപ്പം 38 സെക്കൻഡേ ടീസർ തരുന്നുള്ളെങ്കിൽ സിനിമയിൽ എന്തൊക്കെയോ സാധനമുണ്ട്. ട്രെയിലർ ആണെങ്കിൽ ഇല്ല. അത് പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടല്ല, അങ്ങനെയല്ല, ട്രെയിലറോ ഇല്ല. ട്രെയിലറില്ല കേട്ടോ. എത്രയായിരുന്നു മാർക്കോന്റെ? എത്രയായിരുന്നു ടീസർ? 1 മിനിറ്റും 17 സെക്കൻഡും. അതെങ്കിലും ഉണ്ടല്ലോ, അത് നോക്കണ്ട ആവശ്യമില്ല. വെറും ഇത് തുടങ്ങി ഓപ്പൺ ചെയ്തിരിക്കുമ്പോഴേക്കും ടൈറ്റിലും കാര്യങ്ങളും കാണിച്ച് കഴിഞ്ഞ്. അതിന് ഇവരുടെ ടൈറ്റിലിംഗ് ഒന്നും വലിയ സംഭവം, തുടരും അത്രേ ഉള്ളൂ. ബാക്കി അത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്നാലും വിഷമമായി. കുറെ ഐറ്റം സാധനം ഉണ്ടാവും, നോക്കിക്കോ. ഒന്നും ഉണ്ടാവില്ല, ഒരു സാധനം ഇല്ലാതെ ഇവര് ഇപ്പോ ഇതിനെ നിർത്തിയിട്ട് എവിടെയാണ്? അവിടെ കൊണ്ടേ തന്നെ ആയിരിക്കും ഇതിന്റെ ടീസറിൽ നിർത്തുക. അല്ലടാ, നിനക്ക് സിനിമയിലെ മൊത്തം സാധനം കാണിച്ചു. മൊത്തല്ല, അതിനൊരു മൊത്തം വൈബ് കാണിക്കാൻ. അത് കാണിക്കും. അത് കാണിക്കൂല. ഇവര് മനഃപൂർവ്വം ഒളിപ്പിച്ചു ഞെട്ടാൻ പോണോളൂ. ഞെട്ടിച്ചിരിക്കും. എന്തായാലും ട്രെയിലർ ഇല്ല. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു സാഡ് ന്യൂസ് ആണ്. അതിന്റെ കൂടെ തന്നെ ടീസറിന് ഇത്ര ഡ്യൂറേഷൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അതിനേക്കാളും വലിയ സാധനമാണ്. അതെ, ഇല്ലാണ്ടിരിക്കോ പറയുമ്പോ പിന്നെ ഇത് പറയുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഒരു സാധാരണ നോർമൽ ഒരു പാവം പിടിച്ചവന്റെ ഫാമിലി ചിത്രം അല്ലത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ആ കാറിൽ വന്ന് ആ നോക്കുന്ന ഫോട്ടോ പുറത്ത് വന്നില്ലേ, അത്ര ഉണ്ടാവുള്ളൂ ടീച്ചറും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അടുത്തത് 3-1 ആയിട്ടുണ്ട് കേട്ടോ. 3-1 വീരധീര സൂരൻ വിക്രം നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ്, അതായത് സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ജനുവരി 30-ലേക്കാണ്. എല്ലാവരും ഒന്ന് ജനുവരി 30-ലോട്ട് ഉണ്ടാക്കുക. അല്ലാതെ അമ്മേലായിട്ട് ചോദിക്കുക എന്താണ് പരിപാടി. ഒരാളെ വിടാമിർച്ച അവിടെ ഉണ്ടാവില്ല. അപ്പൊ വിടാമിർച്ച വരൂല കേട്ടോ. എന്താണ് ഈ വിക്രം സിനിമകൾ വരുമ്പോ അല്ല പറയാൻ പറ്റൂല, വന്നേക്കാം. അല്ല, ക്ലാഷ് വെക്കാൻ പേടിയുള്ളതുകൊണ്ടല്ല കേട്ടോ പറഞ്ഞത്. അതായത് ഇവരുടെ ഒരു അന്തർധാര വെച്ചിട്ട് ഇവർ മാറിക്കൊടുക്കും, അതാണ് അങ്ങനെയുള്ള കാര്യം പറഞ്ഞതാ. അടുത്തത് പ്രാവിൻകൂട് ഷാപ്പ്.
വലിയ ഇതില്ലല്ലേ, ഒരു ആവേശം കിട്ടുന്നില്ല. കിട്ടൂലടാ, കിട്ടുന്നില്ല, അതാണ് അല്ലേ. ഓക്കെ പറ. ഞാൻ എന്താ പറയാൻ വന്നെ? പ്രാവിൻകൂട് ഷാപ്പ് എന്താണെങ്കിലും പുതിയൊരു പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്, കാണാം. മലയാളം പിടിച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്തിനാണ് കേറിയിട്ട് തമിഴ് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത്. 3-1 ഇപ്പോ. ഓക്കെ 3-1 അതൊക്കെ ഒരു പരാജയമാണ്. ഓ ഓ ഓ സൂര്യ വിത്ത് അമൽ നീരജ്. ഇത് മലയാള സിനിമയാണ്. ശരി, ഇത് മലയാളം, അത് കുഴപ്പമില്ല. സൂര്യ ഉണ്ടെന്ന് എഴുതിയിട്ടിപ്പോ തമിഴ് സിനിമയൊന്നും അല്ലല്ലോ, മലയാള സിനിമ. ഞാൻ പറഞ്ഞില്ലേ സ്വന്തമായിട്ട് റൂൾസ് ഉണ്ടാക്കുന്നു. അല്ല, ഇത് റൂളാണോ? ഇത് ഞാൻ പറഞ്ഞ റൂളാണോ? നിങ്ങൾ പറ. എന്തായാലും വാടിവാസൽ സിനിമ സംഭവിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് അമൽ നീരദിന്റെ കൂടെയുള്ള സിനിമ ചെയ്തിരിക്കും. അതിനുശേഷമാണ് വാടിവാസലിലാണ് പോയി അഭിനയിക്കുള്ളൂ. അതായത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ അതില് സിനിമേന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് മെയ്യില് വാടിവാസലിൽ ജോയിൻ ചെയ്യും എന്നാണ് കേൾക്കുന്നത്. വെറും 45 ദിവസം, അത് മതി, അത്രേ ഉള്ളൂ. അതിനുള്ളിൽ ആ സിനിമ തീർക്കും അമൽ നീരദിന്റെ. സൂര്യ 45 എത്രയായി ഇപ്പൊ 4-2. ഇതങ്ങനെ മലയാള സിനിമ എങ്ങനെ 4 കൂട്ടുന്ന? 3-2 അല്ലെങ്കിൽ പറ, തമിഴ് സിനിമ ഒന്ന് പറ, അങ്ങനെ സമ്മതിക്കും. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. 3-2 സൂര്യ 45 അജു വർഗീസ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷമായില്ലേ? സന്തോഷം, തൃപ്തിയായി. ഇതിപ്പോ മലയാള സിനിമയും മാറും. തമിഴ് സിനിമ സമ്മതിച്ചു. എങ്ങനെയൊക്കെ വെട്ടി ചുരുക്കിയാലും ജയിച്ചു കണക്കിൽ ഇവിടെ. അത് സമ്മതിച്ചു. അപ്പൊ 2025 ആദ്യത്തെ വിജയവുമായി നിങ്ങളുടെ സ്വന്തം റഫു വിടവാങ്ങുകയാണ്. ഇനി ഗെയിം ചേഞ്ചർ കണ്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ വരാം. കൊണ്ടുപോയിക്കോ, ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല എന്നുള്ളത് ഓർത്തിട്ട് പോയിക്കോളാം ഏത് കിഴി എപ്പിസോഡിലേക്ക്. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. മറ്റുള്ള വിശേഷങ്ങളായിട്ടുള്ള റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അതിനുള്ള ആവതുണ്ടെങ്കിൽ എന്താണാവോ ശങ്കർ പ്രാർത്ഥിക്കാതിരിക്കൂലേ? ഇതിനുള്ള ആരോഗ്യവും ആയുസ്സും ദൈവം തന്നാൽ വരാം.